രാജ്യത്ത് പ്രതിഷേധം നടത്താനുള്ള സ്വാതന്ത്ര്യം അത് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ അതൊരു സമാധാനപരമായ ഒരു പ്രതിഷേധമായാൽ അത് ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് തന്നെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെ വലിയ രീതിയിലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അത് സാധാരണക്കാരായ ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. നിലവിൽ ഇപ്പോൾ ഡൽഹിയിൽ ഈ പാറ്റ പ്രവർത്തകർ എന്ന് പറഞ്ഞ കുറെ സംഘങ്ങൾ 2-3 മാസമായി അവിടെ കൂടുന്നു. വലിയ രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുന്നു. അരോചകമായ രീതിയിൽ അവരുടെ പെരുമാറ്റം അവിടെ ഉണ്ടാകുന്നു. ക്രമസമാധാനം മൊത്തത്തിൽ തകർക്കുക, പാർലമെന്റ് ആക്രമണം നടത്തുക, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ അടക്കമുള്ള ചില നടിമാർ, ചില നടന്മാർ, ചില അവതാരകർ അടക്കമുള്ളവർ പറയുന്നത് ഇവരെല്ലാം സമാധാനപരമായിട്ടാണ് അവരവിടെ സമരം നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവരവിടെ പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. അത് പൊതുമുതലാണ്. കൂടാതെ സ്വകാര്യ വാഹനങ്ങൾ തല്ലി തകർക്കുന്നു. അതിന്റെ പെട്രോൾ ടാങ്ക് തുറന്ന് അതിനകത്ത് തീയിടാനൊക്കെ ശ്രമിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഡൽഹിയെ കത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് പാറ്റ പ്രവർത്തകർ ഇപ്പോൾ നടത്തി വരുന്നത്. കൂടാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന വനിതാ മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് അവരോട് അശ്ലീലമായ വാക്കുകൾ ഉപയോഗിക്കുക, അവരുടെ ദേഹത്ത് കയറി പിടിക്കുക, അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുക എന്നുള്ള ഒരു നീക്കങ്ങളാണ് അവിടെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. കൂടാതെ വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുന്നെങ്കിൽ പാറ്റ പ്രവർത്തകർ ഈ പാൻറ്റൊക്കെ ഊരി നഗ്നതാ പ്രദർശനം കാണിക്കുന്ന ചില രംഗങ്ങൾ വരെ ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഒരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വനിതാ മാധ്യമ പ്രവർത്തക ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാരെയാണ് കലാപകാരികൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. വനിതാ മാധ്യമ പ്രവർത്തകയെ കഴുത്തിൽ കൈചുറ്റി പിടിച്ച് വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളടക്കം പിടിക്കാനും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറാനും ഒക്കെ ഉള്ള ഒരു നീക്കം ഈ പാറ്റ പ്രവർത്തകർ കാണിച്ചു കൂട്ടുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ അശ്ലീല പ്രദർശനം നടത്തുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ടൈംസ് നൗ റിപ്പോർട്ടർ ദേവ് കൊട്ടക്കിനെയും ക്യാമറാമാൻ രാജേഷ് ശർമ്മയെയും പാറ്റകൾ ആക്രമിച്ചു. പാറ്റ പാർട്ടി നേതാവ് സൗരവ് ദാസിനെ അഭിമുഖം ചെയ്യുന്നതിനായി വേദിയിലെത്തിയതായിരുന്നു മാധ്യമ സംഘം. സൗരവ് ദാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അഭിമുഖത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സ്ഥലത്ത് നിന്ന് മാറാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ദേവ് കൊട്ടക് പറഞ്ഞത്. ആദ്യം വാക്കാലുള്ള അധിക്ഷേപമായിരുന്നു. പിന്നീട് പെട്ടെന്ന് ശാരീരിക ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ മാറി. 100-ലധികം പേരാണ് വളഞ്ഞിട്ട് ഇവരെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഷർട്ടും ജീൻസും കീറിയതായും കയ്യിലെ വാച്ച് നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ തട്ടിയെടുത്തതായും കണ്ണട ബലമായി എടുത്തുകൊണ്ടുപോയതായും ദേവ് കൊട്ടക് വ്യക്തമാക്കുന്നുണ്ട്. മൊത്തത്തിൽ ഡൽഹിയെ നിർത്തി കത്തിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഈ പാറ്റ പ്രവർത്തകർ പോകുന്നത്. അതായത് സ്ത്രീകൾക്ക് നേരെയും ഇനിയിപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ ഒരു പോലീസുകാരിയാണ് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവരെയും അതിക്രൂരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക്, അവരുടെ വയറിലേക്ക് കല്ലെടുത്തെറിയുന്ന തരത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പാറ്റ പ്രവർത്തകർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതായത് ഇവരുടെ പിന്നിൽ ആരൊക്കെയോ സപ്പോർട്ടിനായുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഹിന്ദി സിനിമയിലടക്കം ഹിന്ദി നടന്മാരും നടിമാരും മലയാള സിനിമയിൽ അടക്കമുള്ളവരൊക്കെ ഇവർക്ക് ഒരു പിന്തുണയുമായി എത്തുന്നുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് പോലും ലഭിക്കാത്ത ഒരു പിന്തുണയാണ് ഈ പാറ്റ പ്രവർത്തകർക്ക് നേരെ ലഭിക്കുന്നത്. കാരണം നമുക്കറിയാം മലയാള സിനിമാ നടിമാരെ സംബന്ധിച്ചിടത്തോളം, സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയും ഇല്ലാതെ ഇപ്പോൾ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൂടെ ഒരു ഫണ്ട് കിട്ടുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു വാ തുറന്ന് ശബ്ദിക്കുന്നത്. കാരണം ഈ മലയാള സിനിമാ നടിമാരെയും അതോടൊപ്പം തന്നെ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം പണമാണ്. അതിന് പണം കിട്ടിയാൽ അവർ എന്ത് കാര്യവും അവർ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് പോലും ഒരു അനുശോചനം രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നമ്മളുണ്ടെന്ന് പറയാൻ പോലും കാണാത്തവരാണ് ഇപ്പോൾ തലപൊക്കി ഈ പാറ്റ പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടുമായി അല്ലെങ്കിൽ പിന്തുണയുമായി അവർ എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ഒരു ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് ഇതിൻ്റെ പിന്നിലുണ്ട്. കൂടാതെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ജോസോറസിൻ്റെ ഒരു ടീം തന്നെ ഇതിനകത്ത് NGO സംഘടനകൾ തന്നെയുണ്ട്. അങ്ങനെ പലതരത്തിലുമുള്ള ആളുകൾ പാറ്റ പ്രവർത്തകർക്ക് പിന്തുണയുമായി എത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്തു നിന്നുള്ളവർ തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ഒരു ഉപകരണമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.